Good morning, dear students. Today we are going to discuss about the internal structure of leaf. And before going to the internal structure, let us see what are the parts of a leaf. A leaf has a typical dicot leaf has two parts, a leaf lamina and a leaf stalk called petiole. ഒരു സാധാരണ ഡൈക്കോട്ട് ലീഫിന് ഒരു പരന്ന ലീഫ് ബ്ലേഡ് കാണാം, അതിനെ ലാമിന എന്ന് പറയും. പിന്നെ ഒരു ചെറിയ തണ്ട്, ഞെട്ട്, ആ ഞെട്ടിനെയാണ് പീറ്റ്യൂൾ എന്ന് വിളിക്കുക. എല്ലാ ലീഫിനും ഞെട്ട് കാണണമെന്നില്ല, ഞെട്ടില്ലാത്ത ലീഫിന് സെസൈൽ ലീഫ് എന്ന് പറയാം. പക്ഷേ മോണോക്കോട്ട് ലീഫിന് ഈ പീറ്റ്യൂൾ ഉണ്ടാവില്ല, പീറ്റ്യൂളേറ്റ് ലീഫല്ല, സെസൈൽ ലീഫാണ് മോണോക്കോട്ട്സിനുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു ലീഫിൻ്റെ പാർട്ട്, ഒരു ലീഫ് ലാമിനയും പീറ്റ്യൂളും. മോണോക്കോട്ടിനാണെങ്കിൽ ലീഫ് ലാമിന മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ലീഫിന് രണ്ട് സർഫസ് ഉണ്ട് ഡൈക്കോട്ട് ലീഫിന്. ഒരു അപ്പർ സർഫസ് ഡാർക്ക് ഗ്രീൻ കളറുള്ള ഒരു അപ്പർ സർഫസും പിന്നെ അതിൻ്റെ താഴെ വശം ലൈറ്റ് ഗ്രീൻ കളറായിട്ടുള്ള ഒരു ഡോർസൽ സർഫസും. upper surface is called dorsal surface and the lower surface is called ventral surface. തെറ്റിപ്പോരുത്. ഇങ്ങനെ രണ്ട് വശങ്ങളാണ് ഒരു ലീഫിനുള്ളത്, ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും. വെൻട്രൽ സൈഡാണ് അതിൻ്റെ ലോവർ പോർഷൻ. ഈ വെൻട്രൽ സൈഡിലാണ് സ്റ്റൊമേറ്റ സാധാരണയായിട്ട് ഡൈക്കോട്ട് ലീഫിന് കാണുന്നത്. മോണോക്കോട്ടിനാണെങ്കിൽ രണ്ട് സൈഡിലും കാണും. ഇത്രയാണ് ലീഫിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കൊരു ലീഫിനെ ക്രോസ് സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ ഏതൊക്കെ പാർട്സാണ് ആ ലീഫിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. See, this is the upper epidermis. Upper epidermis means dorsal ആയിട്ടുള്ള സൈഡിലുള്ള എപ്പിഡെർമിസ് ആണ് പിങ്ക് കളറിൽ കാണുന്നത്. This is the lower epidermis, ventral സൈഡിൽ കാണുന്നത്. നോക്കൂ, സ്റ്റൊമേറ്റ ഈസ് പ്രസൻറ്റ് ഇൻ ദി ventral side. Epidermis is made up of a single layer of parenchymatous cell. ഇനി ലീഫിൻ്റെ പുറത്ത് വെള്ളം വീണാൽ നനയാതിരിക്കാനായിട്ട് ഒരു ക്യൂട്ടിക്കിൾ കൊണ്ടുള്ളൊരു കവറിംഗ് ഉണ്ട്. എപ്പിഡെർമിസ് ഈസ് കവേർഡ് ബൈ എ തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ. അത് കഴിഞ്ഞാൽ മെയിൻ ഫങ്ഷൻ ഫോട്ടോസിന്തസിസ് ആണ് ലീഫിൻ്റെ. അപ്പോൾ ഗ്രീൻ പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ ഈസ് സീൻ ഇൻസൈഡ് പ്ലാസ്റ്റ്, ഇറ്റ്സ് കോൾഡ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിനെ എൻക്ലോസ് ചെയ്യുന്ന സെൽസിന് ക്ലോറൻകൈമ സെൽസ് എന്നാണ് പറയുന്നത്, അല്ലേ? പാരൻകൈമ സെൽസ് വിച്ച് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ് ആർ കോൾഡ് ക്ലോറൻകൈമ. ഇവിടെ ലീഫിൽ ക്ലോറൻകൈമയാണ്. ഈ ഗ്രീൻ കളർ കാണിച്ചിട്ടുള്ളതെല്ലാം ലീഫിൽ കാണുന്ന ക്ലോറൻകൈമയാണ്. പക്ഷേ രണ്ട് ഷേപ്പുള്ള സെൽസ് കാണാം, അല്ലേ? ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസും കാണാം, റൗണ്ടഡ് ആയിട്ടുള്ള സെൽസ് വിത്ത് ലാർജ് ഇൻ്റർസെല്ലുലാർ സ്പേസ് ഉള്ള ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള റൗണ്ട് സെൽസും കാണാം, കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് സെൽസും കാണാം. ഈ രണ്ട് സെല്ലിനെയും കൂടെ ചേർത്ത്, അതായത് ലീഫിൻ്റെ ക്ലോറോഫില്ലസ് സെൽസിനെല്ലാം കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് മീസോഫിൽ. മീസോഫിൽ ടിഷ്യൂ. മീസോഫിൽ ടിഷ്യൂ റെപ്രസെൻറ്റ് ദി chlorophyllous cells present inside the leaf. And the mesophyll cells are of two types. Which are they? Elongated and compactly packed cells called palisade tissue. ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇല്ലാതെ അടുക്കി പാക്ക് ചെയ്തിട്ടുള്ള ഇലോങ്ങേറ്റഡ് സെൽസ് ആയിട്ടുള്ള പാലിസൈഡ് ടിഷ്യൂവും റൗണ്ട് ആൻഡ് ലൂസ്ലി പാക്ഡ് സെൽസ് കോൾഡ് സ്പോഞ്ചി ടിഷ്യൂ. സ്പോഞ്ചിനെ കണ്ടിട്ടില്ല, ധാരാളം എയർ സ്പേസ് ഉണ്ട്, അതുപോലെ എയർ സ്പേസ് ധാരാളമുള്ള സ്പോഞ്ചി ടിഷ്യൂ. അപ്പോൾ ദ പാലിസൈഡ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു ആൻ അപ്പർ ലെയർ ഓഫ് mesophil is differentiated into an upper layer of palisade tissue and a lower layer of spongy tissue. ഇത് കാരണമാണ് അപ്പർ എപ്പിഡെർമിസ് നല്ല ഗ്രീൻ കളറായിട്ട് കാണുന്നതും ലോവർ എപ്പിഡെർമിസ് ലൈറ്റ് ഗ്രീൻ കളറായിട്ട് കാണുന്നത്. ഇവിടെ ടൈറ്റ്ലി പാക്ഡ് ആണ് ഗ്രീൻ സെൽസ്, ലോവർ എപ്പിഡെർമിസിലാണെങ്കിൽ ലൂസ്ലി പാക്ഡ് ആണ്. ഇനി ആ ലോവർ എപ്പിഡെർമിസിൽ സ്റ്റൊമേറ്റ ലീഡ് ചെയ്യുന്നൊരു ക്യാവിറ്റി ഉണ്ട്. ദിസ് ക്യാവിറ്റി ഈസ് കോൾഡ് സബ്സ്റ്റൊമേറ്റൽ ക്യാവിറ്റി. ഇത് കൂടാതെ അതിൻ്റെ വെയിൻസ്, അല്ലേ, നമ്മൾ ലീഫിനകത്ത് ധാരാളം വെയിൻസ് കാണാം. ഒരു സെൻട്രൽ ആയിട്ടുള്ള മെയിൻ വെയിനും ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മിഡ് റിബ്. സെൻട്രൽ വെയിനും ഉണ്ട്, ലാറ്ററൽ വെയിൻസും ഉണ്ട്. ഈ ലാറ്ററൽ വെയിൻസ് ഡൈക്കോട്ടിലാണെങ്കിൽ റെറ്റിക്കുലേറ്റ് ആയിട്ടായിരിക്കും ലാറ്ററൽ വെയിൻസ് കാണുക. നെറ്റ്വർക്ക് പോലെ ധാരാളം വെയിൻസ് കാണും. അപ്പോൾ നമ്മൾ സെക്ഷൻ എടുക്കുന്ന ആ റീജിയണിൽ
ഒരു വെയിൻ ഉണ്ടെങ്കിൽ ആ വെയിനിൻ്റെ റീജിയൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വാസ്കുലർ ബണ്ടിലിനെയാണ്. വാസ്കുലർ ബണ്ടിലാണ് വെയിൻസ് ആയിട്ട് കാണുന്നത്. ഇനി വാസ്കുലർ ബണ്ടിൽ നോക്കൂ. വാസ്കുലർ ബണ്ടിലിനെ കവർ ചെയ്തിട്ടൊരു ബണ്ടിൽ ഷീത്തുണ്ട്. ഫ്ലോയം ഓൺ ദി അപ്പർ സൈഡ് ആൻഡ് സൈലം ഓൺ ദി ലോവർ സൈഡ്. ക്യാമ്പിയം ഇല്ല. ഈ ബണ്ടിൽ ഷീത്ത് ഫ്ലോയം ഓൺ, ഇതിനകത്ത് ഫ്ലോയം ഒന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഡയഗ്രം ഉണ്ടാകും, പക്ഷേ ഇതിനകത്ത് കളർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പിക്ചറോട് ഇൻക്ലൂഡ് ചെയ്തത്. ഫ്ലോയം ഓൺ ദി അപ്പർ സൈഡ് ആൻഡ് സൈലം ഓൺ ദി ലോവർ സൈഡ്. ഇതാണൊരു ഡൈക്കോട്ട് ലീഫിൻ്റെ സ്ട്രക്ചർ. ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇനി മോണോക്കോട്ട് ലീഫ് നോക്കിക്കഴിഞ്ഞാൽ ഡൈക്കോട്ട് ലീഫിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് മാത്രം എംഫസൈസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം. മോണോക്കോട്ട് ലീഫിനും 2 എപ്പിഡെർമിസാണുള്ളത്. അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും. ഹിയർ സ്റ്റൊമേറ്റ ഈസ് പ്രസൻറ്റ് ഓൺ ബോത്ത് എപ്പിഡെർമിസ്. കാര്യം മോണോക്കോട്ട് ലീഫ് അപ്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഡോസി വെൻട്രലായിട്ടല്ല ഗ്രാസിൻ്റെ ലീഫ് നിൽക്കുന്നത്. 2 എപ്പിഡെർമിസിലും സ്റ്റൊമേറ്റ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഡിഫറൻസ് ആണ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് നോക്കൂ. അപ്പർ എപ്പിഡെർമിസിൽ ലാർജ് സെൽസ് ഉണ്ട്. ബുള്ളിഫോം സെൽസ് ഓർ മോട്ടോ സെൽസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം പറഞ്ഞപ്പോൾ. ആൻഡ് ദീസ് സെൽസ് ഹെൽപ്പ് ഇൻ ദ റോളിംഗ് ഓഫ് ലീഫ്. അപ്പർ എപ്പിഡെർമിസിൽ ബുള്ളിഫോം സെൽസ് ഉണ്ട്. ഡിഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ക്യൂട്ടിക്കിളൊക്കെ ഉള്ളതാണ്. സിംഗിൾ ലെയർഡ് എപ്പിഡെർമിസ് കവർഡ് വിത്ത് ക്യൂട്ടിക്കിൾ. At intervals, bulliform cells are seen. The upper and lower epidermis is interrupted by stomata. ഇനി മീസോഫിൽ സെൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മീസോഫിൽസ് ലൈറ്റ് പിങ്ക് ആയിട്ടാണ് കാണുന്നത്, ഗ്രീനിഷ് കളറില്ല. ഇതൊക്കെ മീസോഫിലാണ്. മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷ്യേറ്റഡ് ഇൻറ്റു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി. പാലിസൈഡ് സ്പോഞ്ചി എന്നുള്ള ഡിഫറൻസിയേഷൻ ഇല്ല. അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള മീസോഫിൽ സെൽസ് ആണ്. ഓൾ ദ സെൽസ് ആർ സിമിലർ, ഹോമോജീനസ് ആണ്. എല്ലാ സെൽസും ഒരുപോലെയാണ്. ദി സ്റ്റോർ ക്ലോറോപ്ലാസ്റ്റ്. ഇൻ്റർസെല്ലുലാർ സ്പേസസ് ചെറുതായിട്ടുണ്ട് ഈ പിക്ചറിൽ, പക്ഷേ ഇൻ്റർസെല്ലുലാർ സ്പേസ് കാണിച്ചിട്ടില്ല. ഇനി പാരലൽ വെയിൻസ് ആയിരിക്കും. അവിടെ ഒരു മെയിൻ സെൻട്രൽ വെയിൻ ചില ഗ്രാസിലുണ്ടാവും, അതല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ധാരാളം വെയിൻസ് കാണാം. ആ വെയിനുള്ള റീജിയൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വാസ്കുലർ ബണ്ടിലിനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാസ്കുലർ ബണ്ടിലിന് ഒരു ബണ്ടിൽ ഷീത്തുണ്ട്, ഫ്ലോയമുണ്ട്, സൈലമുണ്ട്. സൈലം അപ്പർ സൈഡിലും ഫ്ലോയം ലോവർ സൈഡിലുമാണ് കാണുന്നത്. ഇതാണ് മോണോക്കോട്ട് ലീഫിൻ്റെ സ്ട്രക്ചർ. ഇനി പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇത് വേണ്ട. ഇതൊരു ഡൈക്കോട്ട് ലീഫിനെ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയപ്പോൾ കാണുന്നതാണ്. പാലിസൈഡ്, സ്പോഞ്ചി, വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിലിനെ കവർ ചെയ്തിട്ട് ബണ്ടിൽ ക്യാപ്പ് കൂടാതെ ഇവിടെ കുറച്ച് കോളൻ കൈമയും കാണുന്നുണ്ട്. അത് ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ട് കാണാറുണ്ട് കോളൻ കൈമ. വാസ്കുലർ ബണ്ടിലിൻ്റെ റീജിയനിൽ മാത്രം, ഹൈപ്പോഡെർമൽ റീജിയനിൽ കോളൻ കൈമ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഫ്ലോയം, സൈലം, സ്റ്റൊമേറ്റ. ഓക്കെ.